ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല ഒന്നാന്തരം ഒരു പിസ്സയുടെ റെസിപ്പി ഞാൻ അതും ഓവനൊന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പി കാണിച്ചു. അതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആയിട്ട് ഒരു ഗോതമ്പ് ദോശയും അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റും നല്ല ഒരു കോക്കനട്ട് ചട്നിയുമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ വഴറ്റിയിട്ട് നല്ലൊരു കോക്കനട്ട് ചട്നി. ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ലെവലായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദേ 1.5 കപ്പ്, ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. എനിക്കറിയാം ഗോതമ്പ് ദോശയ്ക്ക് കലക്കൽ ഒന്നും ഒരു പാടുള്ള സംഗതിയല്ലെന്ന്, പക്ഷേ അത് അറിയാവുന്നവർക്കാണ്. പാചക പരീക്ഷണം നടത്തുന്ന കൊച്ചുകുട്ടികൾക്കോ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കായാലും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തുടക്കക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് അളവ് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം മൊത്തം 2 കപ്പായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുത്തത് 1/4 കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2.25 കപ്പ് വെള്ളം ഞാൻ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഓരോരുത്തരെയും അളവിനാണ്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത് 1.25 ടീസ്പൂണാണ്. പക്ഷേ നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങളുടെ അളവിന് തന്നെ എടുത്തോണേ. ഇപ്പം ഞാൻ ഒരു 4-5 കൊച്ചുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം, ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും 8 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പിലയും, പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് 2 കപ്പ് ലെവലായിട്ട് തേങ്ങാ ചെറിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഒരുപാട് തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ എടുത്തു വെച്ച ആ 2 കപ്പ് തേങ്ങയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സാധാരണ ചമ്മന്തികൾക്കെല്ലാം നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. അപ്പം ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ തന്നെ കഴുകി ഉണങ്ങി വെച്ചിരുന്ന 8 കാശ്മീരി ചില്ലിയും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് ചെറുതായിട്ടൊന്ന് മൂക്കണം, വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകരുത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വറ്റൽമുളകിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്തു, ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്ക് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും വറ്റൽമുളകും അല്ല, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടല്ലോ ആ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയല്ലോ. എന്നാലും ആ പാനിനകത്ത് കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് വേണം നമുക്ക് താളിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ദേ ആ വഴറ്റിയതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചിലർ ഇതിൻ്റെ കൂടെ പുളി ഇടും, പക്ഷേ എനിക്ക് ഈ ഒരു ചട്നിക്ക് പുളിയുടെ ടേസ്റ്റ് ഇച്ചിരി ഒരു വല്ലാത്തൊരു അപാകത പോലെ തോന്നിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പുളി ഇടാത്തത് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഇതെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു. ഞാൻ ആദ്യം അരച്ചെടുത്തപ്പോൾ 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയാൻ പാടും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഒരു അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളമേ ഒഴിക്കാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടു. ഏറ്റവും അവസാനം ആ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ടിട്ട് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ കടുക് താളിക്കാനായിട്ട് നമ്മൾ നേരത്തെ ആ വഴറ്റിയപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കടുക് താളിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും ഒരു 2-3 സാധാരണ വറ്റൽമുളകും ഒരു 8-10 കൊച്ചുള്ളി ഇരിച്ചിട്ട് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ആ കൊച്ചുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. പിന്നെ വേറെ ഒരു പാനിലേക്ക് ഞാൻ നമ്മുടെ ഈ അരച്ച ചട്നി ഉണ്ടല്ലോ, അതിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് തിളച്ചു പോകാതിരിക്കാനായിട്ട്. ഇപ്പം ദേ ആ ആദ്യത്തെ ആ ഒരു 1/2 കപ്പ് അല്ലാതെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആ മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുകയാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടാണ് ചമ്മന്തി വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആദ്യം ഒഴിച്ച് 1/2 കപ്പ് വെള്ളമാണെങ്കിലും മതി. ഈ 2 കപ്പ് തേങ്ങയുടെ അളവിന് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് വെള്ളം വരെ, മൊത്തം 1 കപ്പ് വെള്ളം വരെ നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. അല്ല നിങ്ങൾക്ക് നല്ലവണ്ണം ലൂസായിട്ടുള്ള ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ താളിച്ചെടുത്തതിൻ്റെ പരുവമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ.
ഈ ഒരു ചമ്മന്തി നമുക്ക് ഈ ഗോതമ്പ് ദോശയ്ക്ക് മാത്രമല്ല, ഇന്ന് ഞാൻ ഗോതമ്പ് ദോശയുടെ കൂടെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ഒന്നാം തരം ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തിയുടെ മുകളിലോട്ട് താളിച്ചതും കൂടി ഒഴിച്ച് നമുക്ക് എടുക്കാൻ സമയമാകുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ തേങ്ങ അരച്ചത് എല്ലാം കൂടെ കൂട്ടി അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ ചൂടായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ ഒരു സ്പാച്ചുലേന്ന് ആവി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ നിർത്തണം. എന്നിട്ട് ഉടനെ തന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റുകയും വേണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറി ഒരുമാതിരി പിരിഞ്ഞതുപോലെ ആയിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ 2-3 കട്ടി കുറഞ്ഞ ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്ത് കാണിക്കാമേ. ചിലർക്ക് കട്ടിയുള്ള ഗോതമ്പ് ദോശയാണ് ഇഷ്ടം, പക്ഷേ മെലിഞ്ഞ ദോശയാണ് കുറേ കൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറേ കൂടെ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഫൈനായിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ ക്രിസ്പായിട്ട് കിട്ടുവേ. നിങ്ങൾക്ക് ആ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അതെന്തുമാത്രം കട്ടിക്കുറവാണെന്നുള്ളത്. ഗോതമ്പ് ദോശ അധികം ഉണ്ടാക്കി പരിചയമില്ലാത്ത തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിലും അതങ്ങ് ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ട് ഒഴിക്കാൻ നിൽക്കില്ല കേട്ടോ. ഒരു ലൈറ്റ് ചൂടോടെ വേണം അത് നമ്മൾ പരത്താനായിട്ട്. എന്നിട്ട് ആ ദോശമാവ് പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിടണം. എന്നിട്ട് തിരിച്ചിടുന്ന പരുവാകുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലോട്ട് ഇടണം. അപ്പോഴേ നമ്മൾ അടുത്ത ദോശ ഒഴിക്കാൻ പരുവാകുമ്പോഴത്തേക്ക് ആ കല്ലിൻ്റെ ചൂട് നോർമലായിട്ട് വരത്തുള്ളൂ. ഇതൊക്കെ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പാചകം അറിയാവുന്നവർക്ക് എന്നോട് ദേഷ്യം തോന്നല്ലേ. എനിക്ക് ഈ ചമ്മന്തി താളിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ആ ഒരു വറ്റൽമുളക് ഉണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് ചമ്മന്തി എല്ലാം കൂടെ കയറിയിരിക്കും. അതിങ്ങനെ ഞെക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തെ ആ ഒരു ജ്യൂസ് ഈ ഒരു ചമ്മന്തിക്കകത്തോട്ട് വരുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. ആ വറ്റൽമുളകിൻ്റെ ഫ്ലേവർ കുറേ കൂടി ആ ഒരു ചട്നിയിലോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവറാണ്. അത് നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്